ബി.ജെ.പിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളത്. അത് പലവട്ടമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള അധ്വാനവും ഒക്കെയായി. ഇത് പലപ്പോഴും 2024 വരെയും അത് എങ്ങുമെത്താതെ നിൽക്കുകയാണ്. വിജയത്തോടടുത്തു എന്ന് വേണമെങ്കിലും പറയാം. ഏറ്റവും അവസാനം വന്നിട്ട് 15,000 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെട്ടത്. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ശശി തരൂര് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും വിജയിച്ചു പോകുന്നു എന്നുള്ള ഒരു ചോദ്യവും തിരുവനന്തപുരത്തുകാർ ചോദിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം ഇറക്കിയിട്ട് പോലും അതിനെയും വെട്ടി വീഴ്ത്താൻ തരൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും ബി.ജെ.പി പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം കുറിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് ബി.ജെ.പി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു 4 നിയമസഭാ മണ്ഡലങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ 4 മണ്ഡലങ്ങളിലും പ്രവർത്തനവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ 4 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഏതാണ്ട് അനൗദ്യോഗികമായിട്ട് പ്രഖ്യാപനം പോലും കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി തലത്തിലും ഒക്കെ തന്നെ അത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ 4 പേരും മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ അനൗദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് ബി.ജെ.പി 4 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള തരത്തിലാണ്. അതിലും കൂടുതലുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷെ ഈ 4ഇടവും ഏറെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. ഈ കഴക്കൂട്ടം മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബി.ജെ.പി വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ 2 ടേം പൂർത്തിയാക്കി 3ാമതൊരു ടേമിന് വേണ്ടി കാത്തു നിൽക്കുന്നുമുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് എതിരെ മറ്റ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ശബരിമല വിവാദത്തിലും കടകംപള്ളി പിന്നിലുണ്ട് എന്നുള്ള വർത്തമാനവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്വപ്ന സുരേഷിനോട് സന്ദേശം അയച്ച കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു എന്നുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അതിൽ മുമ്പനാണ്. അതാണ് കടകംപള്ളിയുടെ ഒരു വിജയം. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അദ്ദേഹത്തെ 3ാം തവണയും കൈവിടില്ല എന്ന് അദ്ദേഹത്തിനും അനുയായികൾക്ക് ഒരു തോന്നലുണ്ട്. കാരണം മണ്ഡലത്തെ ഇത് തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ തന്നെയുള്ള മണ്ഡലമാണ്. കഴക്കൂട്ടം എന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തലസ്ഥാന നഗരത്തിൻ്റെ സ്വഭാവം അവിടെയാണ് നമ്മൾ കാണുന്നത്. ആ മണ്ഡലത്തിന് ഒരു ഹൈടെക് ആക്കി മാറ്റിയെടുക്കുന്നതിലും ഈ കടകംപള്ളി സുരേന്ദ്രന് വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ടേമിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ SS ലാലാണ് രംഗത്ത് വന്നത്. പക്ഷേ SS ലാല് ഈ പറഞ്ഞതുപോലെ ഈ സമയത്ത് കെട്ടിയിറക്കിയ ഒരാളാണ്. SS ലാല് ഒരു വിശ്വപൗരനായിരിക്കുക. അദ്ദേഹം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ കഴക്കൂട്ടം നിവാസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അവർക്ക് മണ്ഡലത്തിൽ എപ്പോഴും കിട്ടുന്ന ഒരു MLA ആണ് ആവശ്യം. അത് ബി.ജെ.പിയിൽ നിന്ന് അവിടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരനെ തന്നെ ആയിരിക്കും നിർത്തുക എന്നുള്ളത് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നതാണ്. മുരളീധരൻ അത്തരത്തിലാണ് മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ഡലം മുഴുവൻ സജീവമാണ്. അതുപോലെ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് JS അഖിലാണ്. അഖിലിപ്പോൾ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് വി മുരളീധരനും JS അഖിലും മണ്ഡലത്തിൽ ഏത് സമയവും ഉണ്ടെന്നുള്ളതാണ്. മണ്ഡലത്തിലെ ഏത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും JS അഖിൽ അവിടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇനി ഒരുപക്ഷെ മത്സരം ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ അത് വി മുരളീധരനും ജെ.എസ്. അഖിലുമായിട്ടായിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. പക്ഷേ BJP നേതൃത്വം കാണുന്നത് അവിടെ നിന്ന് വിജയമുണ്ടാകും എന്നുള്ള തരത്തിലാണ്. വി മുരളീധരന് മുമ്പും മത്സരിച്ചു, മണ്ഡലവുമായിട്ട് നല്ല പരിചയം ഉണ്ട്. അതൊക്കെ അനുകൂല ഘടകങ്ങളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ കടകംപള്ളി മൂന്നാമതും അവിടെ തന്നെ വരുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒന്നാണ്. രണ്ടാമത്തെ മണ്ഡലമാണ് നേമം. മണ്ഡലത്തിലേക്ക് വന്നാൽ നേമമാണ് ഏറെ പ്രതീക്ഷ. നേമം കിട്ടണം എന്നുള്ളതാണ്. കാരണം 2016 കിട്ടിയ മണ്ഡലമാണ്. അത് പാർട്ടിയുടെ ബുദ്ധിമോശം കൊണ്ട് 2021 നഷ്ടപ്പെടുത്തി. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അതിന് രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ളത് ഇപ്പോൾ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM-ൽ നിന്ന് ശിവൻകുട്ടി അവിടെ മത്സരിക്കാൻ ഇനി സാധ്യതയില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കും. ശിവൻകുട്ടിക്ക് പാർട്ടി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ചെയ്തു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി പദവി വരെ കൊടുത്തു. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് തല്ലും ചവിട്ടും ഒക്കെ കൊണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ശിവൻകുട്ടി. അപ്പോൾ എന്തായാലും ശിവൻകുട്ടി മന്ത്രി പദവിയിൽ നിന്ന് പിന്നീട് ഇനി അങ്ങോട്ട് മാറി നിൽക്കും. അത് CPM-ൽ നിന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ മേയറായ ആര്യ രാജേന്ദ്രനെ ഇറക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആര്യ രാജേന്ദ്രന് എതിരെ കടുത്ത ആക്ഷേപങ്ങളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് മത്സര രംഗത്തേക്ക് പോലും അടുപ്പിക്കണ്ട എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നേമം മണ്ഡലത്തില് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ നഗരസഭാ വാർഡുകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഇടമാണ് നേമം മണ്ഡലം. RSSന്റെ കൂടുതൽ ശാഖകളുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നേമം. അപ്പൊ നേമത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് ഇത് പിടിച്ചെടുക്കണം എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു പ്രശ്നം തന്നെയാണ്. അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ 2016 ശേഷം 26 10 വർഷത്തിന് ശേഷം ഇത് വീണ്ടും തങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിനോടൊപ്പം മറ്റ് തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലം BJP കുമ്മനം രാജശേഖരനാണ് അവിടെ മുമ്പ് മത്സരിച്ചിട്ടുള്ളത്. അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി TN സീമയൊക്കെ 3ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് അനുകൂല ഘടകമാണ്. കോൺഗ്രസിന്റെ മുരളീധരനായിരുന്നു. മുരളീധരനെ ഇവിടെ നിന്ന് മാറ്റി വടകരയ്ക്ക് കൊണ്ടുപോയതോടുകൂടിയാണ് CPM ഇത് പിടിച്ചെടുത്തത്. ഇനി CPM-ൽ നിന്ന് ഇത് പിടിച്ചെടുക്കാൻ പാർട്ടിക്ക് BJPക്ക് കഴിയും എന്നുള്ള കണക്ക് കൂട്ടലോടുകൂടിയാണ് നടൻ കൃഷ്ണകുമാറിനെ വട്ടിയൂർക്കാവിൽ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണെന്നും കൃഷ്ണകുമാർ ഇപ്പോൾ അവിടെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നഗരസഭയിലെ വാർഡുകൾ ഈ നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകൾ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് എത്തിക്കണം നിയമസഭയിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തനം കൃഷ്ണകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4ാമത്തെ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാട്ടാക്കടയാണ്. കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമാണ്. അവിടെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് തന്നെയാണ്. PK കൃഷ്ണദാസ് ഏറെ നാളുകളായിട്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുകയാണ്. അവിടെ അല്പം വീറും വാശിയുമുള്ള പോരാട്ടം നടക്കും. കാരണം CPM-ലെ IB സതീഷ് മത്സരിക്കുകയാണെങ്കിൽ IB സതീഷ് ഈ പറഞ്ഞതുപോലെ 3ാമത്തെ ടേമിലേക്ക് പോവുകയാണ്. IB സതീഷിന് വീണ്ടും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം IB സതീഷ് അത്രത്തോളം ജനകീയനായിട്ടുള്ള ഒരു MLA ആയി മാറിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ മത്സരം BJPയും CPM-ഉം തമ്മിലായിരിക്കും. കോൺഗ്രസ് അവിടെ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരിക. മുൻപും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ 4 മണ്ഡലങ്ങളിൽ നിന്ന് BJPക്ക് MLA-മാർ ഉണ്ടാകുമെന്നുള്ളതാണ് പാർട്ടിയുടെ ഉറച്ച നിഗമനം. കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവും കാട്ടാക്കടയിലും താമര വിരിയിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.